പ്രിയപ്പെട്ട പഠിതാക്കളെ, വിശുദ്ധമായ ഹദീസ്, ഇന്ന് നമ്മൾ പറയുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് പറഞ്ഞ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് ഏറ്റവും അധികം അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അമലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനൊക്കെ സന്തോഷം ഇട്ട് കൊടുക്കാൻ പറ്റുമോ, ആ സന്തോഷത്തിന്റെ വകുപ്പുകൾ പഠിക്കുകയും അത് ജീവിതത്തിന്റെ കൂടെ കൂട്ടുകയും, ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിമായ മനുഷ്യന്മാരാണ് നമ്മുടെ സഹജീവികളായ ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, നമ്മുമായി ബന്ധപ്പെട്ട അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, ഇവരൊക്കെ മുസ്ലിങ്ങളായ മനുഷ്യന്മാരാണ്. ഈ മുസ്ലിമായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം അമലുകളുണ്ടോ, അതാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സഹജീവികളായ ആളുകൾ, ഏറ്റവും അടുത്ത നമ്മുടെ സഹജീവിയാണ് നമ്മുടെ ഭർത്താവ്. ഭർത്താക്കന്മാർക്ക്, അല്ലെ, അതുപോലെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, മക്കൾ, അവരുടെ മനസ്സിന് സന്തോഷവും അവരുടെ മനസ്സിന് സന്തോഷിക്കുന്ന സംസാരങ്ങളും അവരുടെ മനസ്സ് സന്തോഷിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എങ്ങനെയൊക്കെ നമ്മുടെ സഹജീവികളെ നമുക്ക് സന്തോഷപ്പെടുത്താൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മുടെ സഹജീവികൾക്ക് നമുക്ക് സന്തോഷവും അവരുടെ ഹൃദയത്തിന്റെ ശാന്തിയും കൊടുക്കാൻ പറ്റുമോ, ആ രൂപത്തിലൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ അത് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരാകുമ്പോൾ, നമ്മുടെ സഹജീവികളാകുന്ന ഭർത്താക്കന്മാർക്ക് അവരുടെ മനസ്സിന് സന്തോഷമാകുന്ന രൂപത്തിൽ നമ്മളൊന്ന് സംസാരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹജീവികളിൽ നിന്നും നല്ല രൂപത്തിൽ, അല്ലെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ മുസ്ലിമു, മുസ്ലിമായ മനുഷ്യൻ മറ്റുള്ള ആളുകൾക്ക് ഈ ആളുടെ ജീവിതത്തിൽ അവന്റെ വാക്കുകൾ കൊണ്ടോ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു വേദനയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും പരിപൂർണമായിട്ടും സലാമത്തുണ്ടായി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാളെ പറ്റി യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. മനുഷ്യനാകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ കാരണം കൊണ്ട് മറ്റു മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തീരുമാനമെടുക്കണം. ഇന്നത്തെ ജീവിതം ഒരിക്കലും എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. മാത്രമല്ല, നമ്മൾ തീരുമാനിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് മക്കളെ ബുദ്ധിമുട്ടാക്കുന്നതും, മക്കളെ എന്നല്ല, നമ്മുടെ ഭർത്താക്കന്മാരെ, സഹജീവികളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ ഒരു വാക്ക് കൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടാക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും വാക്കുകൾ കൊണ്ടാണ്, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഈ വാക്ക്, നമ്മുടെ പ്രവർത്തനം സംശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും സംശുദ്ധമാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമെന്ന് ഞാനും പറയല്ല, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു വാക്ക് പഴവിന്റെ പേരിലായിരിക്കും, പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവത്തിലുള്ള കുറവിന്റെ പേരിലായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കഴിയുന്നതിന് പകരം അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അവരെ കുത്തുവാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു വാക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയാണെങ്കിൽ, അത് ഭർത്താവും തീരുമാനിക്കുക, ഭാര്യമാരും തീരുമാനിക്കുക,
ഈ ക്ലാസ് ഒന്നിച്ചിരുന്ന് കേൾക്കേണ്ടതാണ്. ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പിന്നെ അതുപോലെ തന്നെ മക്കള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷത്തോടു കൂടെ സ്നേഹവാക്കുകൾ, സന്തോഷവാക്കുകൾ, സന്തോഷ പ്രവർത്തനങ്ങൾ മാത്രം ഇടപെട്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരും തീരുമാനമെടുത്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നമ്മുടെ ചെറിയ ചെറിയ ഒരു വാക്കുകൊണ്ടായിരിക്കാം അവരുടെ മനസ്സ്, മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് സന്തോഷപ്പെടുത്താൻ പറ്റുന്നത്. ഇത് ഞാനൊരു കുടുംബ ജീവിതത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ, ഇനി അതല്ലാത്ത രൂപത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് അപരിചിതരായിട്ടുള്ള ഒരാളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് കൊണ്ടായിരിക്കാം ചിലപ്പോ, അല്ലെ? നിങ്ങൾ ടെൻഷൻ ഇരിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹുത്താല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തന്നോളും എന്ന് നമുക്കൊരു വാക്കുകൊണ്ട് അവരെ സന്തോഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന ഒരാള്, ഏറ്റവും പ്രയാസവും വിഷമവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഘട്ടത്തിൽ കിട്ടുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് വിവർണനീയമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത്രക്കും അവരുടെ മനസ്സിന് ആശ്വാസമേകുന്ന വാക്കാണ്. ചില ആളുകളൊക്കെ ദുഃഖിച്ചിരുന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താ പറയാ, എല്ലാ നിലക്കും അവര് മൈൻഡ്, തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന വാക്ക് കൊണ്ടായിരിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കുമ്പോഴാണ്, ഭർത്താവ് ഭാര്യയെ സമാധാനിപ്പിക്കുമ്പോഴാണ്. അല്ലെ? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കൂടെ ഒരു സഹധർമ്മിണി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട്, നാട്ടുകാരെല്ലാവരും എതിരാകുന്ന സമയത്ത് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവുണ്ടോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അതിനാണ് നിങ്ങളുടെ സഹധർമ്മിണി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഓർത്തു പോവുകയാണ്. അല്ലെ? നാട്ടാർ മുഴുവനും ഒറ്റപ്പെടുത്തിയാലും, നാട്ടാരും കൂട്ടുകാരും കുടുംബക്കാരെല്ലാവരും ഒറ്റപ്പെടുത്തിയാലും നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റണം നമ്മുടെ വാക്കുകൊണ്ട്. അതല്ലാണ്ട് അവിടെയും നമ്മൾ അവരെ വേദനിപ്പിച്ച്, എന്താ നിങ്ങൾ അങ്ങനെ കാണിച്ച്, നിങ്ങളായിട്ട് തുടങ്ങി വെച്ചല്ലേ, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്, എന്തിനാ എന്ന് കുറ്റവാക്കുകളോ കുത്തുവാക്കുകളോ, ഒരു പക്ഷെ 100% ഇവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അവിടെ നമ്മളൊന്ന് വാക്കുകൊണ്ട് സമാധാനപ്പെടുത്തി തെറ്റുകളൊക്കെ തിരുത്താൻ, അത് മറ്റൊരു സന്ദർഭത്തിലും മറ്റൊരു സാഹചര്യത്തിലും. പക്ഷേ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനും, ഞാൻ എന്റെ ഓഡിയൻസ് ആ രൂപത്തിലായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എല്ലാ മേഖലയിലേക്കും നമുക്ക് ഈ ഹദീസ് ചേർത്ത് വെക്കാം. നമ്മുടെ മക്കളെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി, മക്കൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നല്ല, അല്ലാത്ത സാഹചര്യത്തിലും പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, ആ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? അവരെ സന്തോഷപ്പെടുത്തുന്ന ഒരു വാക്ക്. എങ്കിൽ നിങ്ങൾ മോന് ടെൻഷൻ അടിക്കണ്ട, അടുത്ത പരീക്ഷയ്ക്ക് മോന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, എനിക്കറിയാം, എൻ്റെ മോന് പഠിച്ചാൽ, എൻ്റെ മോൾക്ക് പഠിച്ചാൽ നല്ല മാർക്ക് കവർ ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അവർക്കൊരു വാക്ക് കൊടുത്ത് സന്തോഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ, കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, അതാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് സ്വാദിഖുൽ മസ്തൂക്കായ, കളവ് പറയാത്ത ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെ? ചിലപ്പോ മക്കളിൽ ഒരു മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരില് നമ്മൾ അവരെ അങ്ങ് ഇല്ലാണ്ടെയാക്കും. അല്ലെ? പറഞ്ഞിട്ട് എന്നാലും ഒരു മാർക്ക് നഷ്ടപ്പെടുത്തിയില്ലേ, ഒരു മാർക്ക് പോയില്ലേ, ഒരു മാർക്ക് എങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇൻസൾട്ട് ചെയ്ത് കമ്പയർ ചെയ്യാൻ തുടങ്ങും. വേണ്ടോ, നിന്റെ കൂടെ പഠിച്ചതല്ലേ നിന്റെ കൂട്ടുകാരൻ, എന്താ അവന്റെ അവസ്ഥ, അവനൊക്കെ നന്നായിട്ട് പഠിച്ച് ഉന്നതമായ സ്ഥാനത്തെത്തി, നീ എന്താ ഇങ്ങനെ. എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തലും അവരെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഒന്ന് മാറ്റി വെക്കുക, എടുത്തു വെക്കുക. അത്തരം വാക്കുകളും പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു രോഗി, ആ രോഗിയുടെ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിന്ന ഒരാള് പറഞ്ഞ ഒരു കഥ. വലിയ പരിക്ക് പറ്റിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ആള് ആ രോഗിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ രോഗി പറയുന്നു, കണ്ണിൽ നോക്കിയിട്ട്, ബൈസ്റ്റാൻഡറുടെ കണ്ണിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ഈ ചേർത്ത് പിടിക്കലുണ്ടല്ലോ,
ഞാനത് എൻജോയ് ചെയ്യാണ്. ഈ ഘട്ടത്തിലാണ് ഞാനത് ആസ്വദിക്കുന്നത്. വല്ലാത്ത ഒരു വേദനയും വിഷമവും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്നെ ഈ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, ആ ഒരു പ്രവർത്തനം അവരത്രക്കും സ്വാധീനിക്കുന്നുണ്ടാവും. ഇല്ലാത്ത ആളുകൾ, ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന വാക്കുകളെങ്കിലും പറയാണ്ട്, കഷ്ടപ്പെടുത്താണ്ട് നല്ല വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷപ്പെടുത്തുകയാണെങ്കിൽ അതാണ് അപ്പൊ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഏതേത് നല്ല ആ, സ്വഭാവങ്ങളോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ അവർക്ക് സന്തോഷം ലഭിക്കുന്ന വാക്കുകൾ പറയുന്നുണ്ടോ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, അതാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലെ? നല്ല പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. രോഗികളായിരിക്കും, അല്ലെങ്കിൽ വേദനിക്കുന്ന അനുഭവങ്ങളുള്ള ആളുകളായിരിക്കും, നീറുന്ന പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. അവരോട് നമുക്ക് എന്ത് പറയാം? ഓ ഉമ്മ വിഷമിക്കേണ്ട, ഉമ്മ അതൊക്കെ അള്ളാഹു താല അതിനൊക്കെ പരിഹാരം തന്നോളൂ, ഉമ്മ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാം. അതുപോലെ തന്നെ ഉപ്പ വിഷമിക്കേണ്ട, അതൊക്കെ സർവ്വ സ്വാഭാവികമാണ്, നിങ്ങൾ അതിന് ക്ഷമിക്കുകയാണെങ്കിൽ പടച്ചോന്റെ ഭാഗത്തുനിന്ന് കൂലി ഉണ്ടാകും. ആ ഒരു വാക്കുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ പറയുന്ന നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലായിക്കോളുന്നില്ല. അത് കേൾക്കുന്ന ആ രോഗി അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത, ഇതൊക്കെ ഓരോ മേഖലയെ സ്പർശിച്ചുകൊണ്ട് പറയാണ്. എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് ക്രമീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് ചെയ്യുന്ന തരുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള അമലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തആല ഏറ്റവും അധികം സന്തോഷമുള്ള അമലായി മാറുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മുടെ സഹജീവികളെ എപ്പോഴും നമ്മൾ സന്തോഷപ്പെടുത്തിയിട്ട് നമ്മൾ പരിശീലിക്കണം. ചില ആളുകളുണ്ട്, ഇപ്പൊ ഇന്ന് ഒരു 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 ഒരാള് ഒരു വിഷമം പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടത്തിൽ പറയാണ്, എന്റെ വീട്ടിൽ ഉസ്താദെ, എന്റെ സഹജീവിയായ ഒരാള് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ വേദനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവര് നാവ് തുറക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. കഴിക്കാനും അവര് പറയാ, ഒന്ന് ഭക്ഷണം കഴിക്കാനും, മറ്റൊന്ന് പിന്നെ എന്താണ്, ഒന്ന് ഭക്ഷണം കഴിക്കാനും, മറ്റൊന്ന് എന്നെ വേദനിപ്പിക്കാനും. എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചില ആളുകൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, നമ്മെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. അവർക്കൊക്കെ ഒന്ന് ഫോർഗീവ്നെസ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനൊക്കെ ആണെങ്കിലും നമ്മൾ അവരിൽ നിന്നൊരു മാതൃക, അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നാം ഈ കഥ പറയുന്നത്. എല്ലാ അങ്ങനെയാണല്ലോ നമുക്ക് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരിൽ നിന്നൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്താ പരിശ്രമിക്കേണ്ടത്? അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും നമ്മളത് ചെയ്യാൻ, അത്തരം സ്വഭാവത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുകയും ചെയ്യണം. രണ്ടു കൂടെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനും മറ്റുള്ളവർക്ക് നമ്മുടെ കാരണം കൊണ്ട് സന്തോഷവും നല്ല സമാധാനവും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമൽ. അല്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വേദനിപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ മക്കളെ അടിക്കുന്നു, ചീത്ത പറയുന്നു, അല്ലെ, നാവ് കൊണ്ടും കൈകാലുകൾ കൊണ്ടും പ്രവർത്തിക്കുന്നു. മക്കളാണെന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും, ചില ആളുകൾ ചിന്തിക്കുന്ന. അതുപോലെ തന്നെ അമ്മായിമ്മയാണ്, ഭർത്താവിന്റെ ഉപ്പയാണെന്ന് വിചാരിച്ചിട്ട് എന്തും പ്രവർത്തിക്കുക. അമ്മായിമ്മയാണ് പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയാണ് ഉപ്പയാണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും മരുമകളാണ്, മകന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ട് എന്നും ചെയ്യാൻ പറ്റും, എന്നും ചിന്തിക്കാൻ പറ്റും. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റൂല. അള്ളാന്റെ ദീനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്റെ മരുമകളല്ലേ അതുകൊണ്ട് എനിക്കെന്തും പറയാം, എന്റെ മരുമകളല്ലേ അതുകൊണ്ട് എന്തും എനിക്ക് ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ സന്തോഷിപ്പിക്കേണ്ട ഏറ്റവും അധികം സന്തോഷം കിട്ടുന്ന ഘട്ടങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എപ്പോഴാണെന്നറിയോ? ഈ ആവശ്യമുണ്ടാകുന്ന ഘട്ടത്തിൽ, വേദനിക്കുന്ന ഘട്ടത്തിൽ, വിഷമിക്കുന്ന ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റണം. മരുമകളാണ്, വീട്ടില് അന്യ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു മോളാണ്, അല്ലെങ്കിൽ മരുമകനാണ്, മരുമോളാണ്. ഏറ്റവും പ്രധാനമായിട്ടും അന്യ തറവാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതുതായി നമ്മുടെ മക്കൾ, ആൺമക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പിന്നെ പെൺമക്കളെ, അവരെ ഒന്ന് സ്നേഹത്തോടു കൂടെ ഒന്ന് പെരുമാറാൻ നമുക്ക് പഠിക്കണം. അങ്ങനത്തെ ഒരു സ്കില്ല് നമുക്കില്ലെങ്കിൽ
നമ്മൾ ആദ്യം അത് അംഗീകരിക്കില്ല പലപ്പോഴും. എന്താണ്? അത് അവളുടെ കുറ്റം കൊണ്ടാണ്, അവളുടെ കുറവ് കൊണ്ടാണ് എന്ന് നമ്മൾ ആദ്യം വിധി എഴുതും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ഓഡിയൻസ്, എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും രണ്ടുപേരും പരസ്പരം, ഞാൻ മരുമകളാണെങ്കിൽ തീരുമാനിക്കുക, എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഭർത്താവിന്റെ ഉമ്മക്കൊരു വിഷമം ഉണ്ടാകൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. ആ ഉമ്മയും തീരുമാനിക്കേണ്ടത് എന്റെ ഭാഗത്തിൽ നിന്ന് എന്റെ മരുമകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ടത്, എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഒരിക്കലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. നമ്മുടെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിലക്കും ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിച്ചാൽ പ്രശ്നം തീരും. ഒരാൾ മാത്രമല്ല, അല്ലെ, നീ പ്രശ്നക്കാരി നീയാണ്, നീയാണ് എന്ന് പരസ്പരം കുറ്റപ്പെടുത്താണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് മനോഹരമാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ആ സന്തോഷം കൊടുക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അമലായിട്ട് ഇത് മാറുകയാണ്. നമ്മുടെ അയൽവാസികൾ ഒരു നിലക്കും അവരെ വേദനിപ്പിക്കാണ്ട് അവർക്ക് സന്തോഷാകുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതാണ് മുസ്ലിമായ മനുഷ്യൻ. അത് അയൽവാസിയാകട്ടെ, കുടുംബക്കാരാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, എല്ലാവരോടും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും വെറുപ്പുളവാക്കുന്ന രൂപത്തില് അല്ലാത്ത, എല്ലാ നിലക്കും സന്തോഷം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, പടച്ചോനെ, ഇന്ന് എന്റെ ഒരു കൈ കൊണ്ട്, കാലുകൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ ഒരു നാവ് കൊണ്ട്, എന്റെ ഒരു നോട്ടം കൊണ്ട്, എന്റെ ഒരു പ്രവർത്തനം കൊണ്ട്, എന്റെ ഒരു വാക്ക് കൊണ്ട്, എന്റെ ഒരു വിശ്വാസം കൊണ്ട് മുസ്ലിമായ മനുഷ്യൻ ഒരു നിലക്കും വേദനിപ്പിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ, നമ്മളെടുത്തൊരു ഡിസിഷൻ, ആ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായി. അല്ലെങ്കിലും എന്നും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം ആരാകട്ടെ, നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും എന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു സന്തോഷഘട്ടം, ഒരു സിറ്റുവേഷൻ നമുക്ക് നേടിയെടുക്കാനും സന്തോഷത്തോടു കൂടെ ജീവിക്കാനും നമുക്ക് സാധിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനൊക്കെ പറ്റും, അല്ലെ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാം, ഇല്ലായ്മയും വല്ലായ്മയും മാത്രം പറയാണ്ട് കൂടെയുള്ള ജീവിക്കുന്ന ആളുകൾ, ചിലപ്പോ വ്യത്യസ്ത തറവാടുകളിൽ നിന്നും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഒരേ വീട്ടിലുണ്ടാവും, അല്ലെ? നാത്തൂന്, ഇളച്ചി, മൂത്തച്ചി, പല ആളുകളും വ്യത്യസ്ത സ്വഭാവത്തിന്റെ ആളുകളായിരിക്കും. എല്ലാവരും തീരുമാനിക്കേണ്ടത്, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുക, എന്റെ ഭാഗത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വിഷമം വരരുത് എന്നുള്ളത്. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ഒരു പിന്നെ പ്രായമുള്ള ഉമ്മയും ഉപ്പയും വന്നു. വലിയ പ്രായമുള്ള ഒരു 50-55 വയസ്സിന്റെ ഇടയിലുള്ള ഒരു ഭാര്യയും ഭർത്താക്കന്മാര് വന്നു. അവരെ കൊണ്ടുവന്നത് അവരുടെ മകളാണ്, കുട്ടിയാണ്, ഒരു മോള്. കൊണ്ടുവന്നിട്ട് പറയും, ഉസ്താദെ, ഉപ്പനെയും ഉമ്മാനെ ഒന്ന് നന്നാക്കി തരണം. എപ്പോഴും എന്നും പ്രശ്നമാണ്. സംസാരിച്ചു വന്നപ്പോഴേക്കും മനസ്സിലാക്കിയത്, ഈ ഉപ്പ ഉമ്മയെക്കുറിച്ചും ഉമ്മ ഉപ്പയെക്കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ മാത്രം ഉള്ളൂ, ഊഹാപോഹങ്ങൾ മാത്രം വെച്ച് പുലർത്തുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ മാത്രം. ഈ ഉമ്മ ചിന്തിക്കുന്നത് ഈ ഭർത്താവിന്റെ ഭാഗത്ത് ഭർത്താവ് മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും എന്നുള്ളത്. അപ്പോ ഹിപ്നോട്ടിസം ചെയ്തിട്ട് സത്യം ക്ലിയർ ആകാൻ വേണ്ടി, പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുത്ത് കൊണ്ടുവന്നതാണ്. ഈ ഭർത്താവും ചിന്തിക്കുന്നത് ഈ സ്ത്രീ പല പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ്. ചുരുക്കത്തിൽ ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹാപോഹം വെച്ചതുകൊണ്ട്, അല്ലെ, വിശ്വാസം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, വിശ്വാസം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസം കൊണ്ടും വേദനിപ്പിക്കാണ്ട് യഥാർത്ഥ വിശ്വാസം, നല്ല വിശ്വാസം മാത്രം വെച്ച് പുലർത്തുമ്പോൾ സന്തോഷം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ല മനോഹരമായിട്ട് മാറുന്നതെന്നാണ് ഹദീസിന്റെ അർത്ഥവ്യാഖ്യാനം നമ്മെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുക്കുക, ഇന്ന് തൊട്ട് എന്റെ സഹജീവികളാകുന്ന എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഒരാളെയും ഞാൻ വേദനിപ്പിക്കുകയില്ല എന്നും എല്ലാവരോടും
അവർക്ക് സന്തോഷിക്കുന്ന സംസാരം മാത്രമേ, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന വാക്കുകൾ മാത്രമേ നമ്മൾ പറയുകയുള്ളെന്നും നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ രമ്യമാക്കാനും ഉള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നല്ലാണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും കുത്തുവാക്കുകൾ, അവരെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, അവരെ വേദനിപ്പിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന, മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന സംസാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.